മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിവായി മത്സരിക്കുകയാണെങ്കിൽ എവിടെ മത്സരിക്കും? ഇതൊരു ചോദ്യമാണ്. മുല്ലപ്പള്ളി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല ഹൈക്കമാൻഡ് എന്ത് നിർദ്ദേശം തന്നാലും അതിന് പാലിക്കുമെന്നാണ്. പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം കൽപ്പറ്റ മണ്ഡലം താല്പര്യപ്പെടുന്നു, കൊയിലാണ്ടി മണ്ഡലം താല്പര്യപ്പെടുന്നു. ഈ രണ്ട് മണ്ഡലങ്ങളാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നാണ്. വടകരയിൽ അദ്ദേഹത്തെ നിർത്താനായിട്ടുള്ളൊരു ശ്രമം കൂടിയുണ്ട്. ഇതിൽ 3 മണ്ഡലങ്ങളും, കൽപ്പറ്റയാണെങ്കിലും കൊയിലാണ്ടിയാണെങ്കിലും വടകരയാണെങ്കിലും, ഈ 3 മണ്ഡലവും ഇപ്പോൾ LDFൻ്റെ കയ്യിലുള്ളതാണ്. ഒരു പക്ഷേ പറയാവുന്നത് നേരത്തെ കൊയിലാണ്ടിയൊക്കെ വളരെ നേരത്തെ തന്നെ രാജഗോപാൽ നായരൊക്കെ ഉണ്ടായിരുന്ന സമയം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് നല്ല വേരോട്ടമുള്ളതാണ്, ഇപ്പോഴുമുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണത്. അവിടെ P. ശങ്കരൻ ജയിച്ചിട്ടുണ്ട്, തുടർച്ചയായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ജയിച്ച സ്ഥലമാണ്. അപ്പം ഇങ്ങനെ ഒരു മണ്ഡലം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് കൽപ്പറ്റ നമുക്കറിയാം, വയനാട് എക്കാലത്തും കോൺഗ്രസിൻ്റെ കൈപ്പിടിയിലുണ്ടായിരുന്ന പ്രദേശമാണ്. മണ്ഡലം മാത്രമല്ല, വയനാട് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കൈപ്പിടിയിലുണ്ടായിരുന്നതാണ്. അവിടെ പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുള്ളത് കോൺഗ്രസ്സുകാർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ്. അവിടെ പിടിച്ചു കയറാൻ, അവിടെ വളരെ ശക്തനായിരുന്ന കാലത്ത് LDFനോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് പോലും അവിടെ വേണ്ടത്ര സഹായം ചെയ്തിട്ട് നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു തവണ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഉള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവരുടെത്തെ MLA ശശീന്ദ്രൻ ജനകീയനെന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് പാല് കറന്ന് അത് കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ തവണ നിൽക്കുമ്പോൾ പോലും ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഈ രീതിയിൽ നിന്ന് എല്ലാ ആളും ചെരുപ്പില്ലാതെ നടക്കുന്ന രീതി, ജനങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സ്വഭാവം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും MLA എന്ന നിലയിൽ ജനകീയൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ ശക്തമായ ഒരു വോട്ട് ബാങ്ക് അവർക്ക് ഇപ്പോൾ അവിടെ ഉണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹം തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരിക്കും. അവിടെ മുല്ലപ്പള്ളി മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താണ്, അദ്ദേഹത്തിന് എത്രമാത്രം നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത്. നമ്മൾ കാണാത്തൊരു ഘടകം കൂടി, ഒരു കോൺഗ്രസ്സിന് ദോഷം ചെയ്യാവുന്ന, UDFന് ദോഷം ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയുള്ളത്, അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമുള്ളത് LJDയുടെ മുന്നണി മാറ്റമാണ്. നേരത്തെ LJD UDFൻ്റെ ഭാഗമായിരുന്നു, എന്നിട്ട് പോലും അവിടെ ശശീന്ദ്രൻ ജയിച്ചു. ഇപ്പോൾ LDFൻ്റെ ഭാഗമാണ് അവർ. അവിടെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തട്ടകമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ശ്രേയംസിനൊക്കെ വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് പക്ഷേ നല്ല ഒരു സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന് എന്തെല്ലാം തരത്തിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് പ്രത്യേകമായ ഗ്രൂപ്പില്ല, എന്നാൽ പോലും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വീകാര്യനായിട്ടൊരാളാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നും. അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ തവണ, ഇത്തവണയല്ല അതിനു മുമ്പത്തെ തവണയും വടകരയിൽ നിന്ന് ജയിച്ചത്. ഒരിക്കൽ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വടകര ലോക്സഭാ മണ്ഡലം ഒരിക്കൽ പോലും കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പോലും അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിട്ട് പോലും അവിടെ അക്കാലത്ത് ആദ്യത്തെ തവണ മുല്ലപ്പള്ളി മത്സരിക്കുമ്പോൾ അവിടെ RMPയുടെ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിനോട് ജയിക്കാൻ പറ്റിയ ജനകീയത വളരെ കൂടുതലുള്ള ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അത് ഇവിടെ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, മുല്ലപ്പള്ളി കൽപ്പറ്റയിൽ മത്സരിക്കും എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ വയനാട്ടിലെ മുസ്ലിം ലീഗ് നേതാവ്, മുസ്ലിം ഇന്ത്യ അവരുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ രംഗത്ത് നിന്ന് പറഞ്ഞു, പുറമേ നിന്നൊരാൾ ഇവിടേക്ക് വരേണ്ടതില്ല, കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഇവിടെ മത്സരിക്കും, ലീഗിന് അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം കോൺഗ്രസിൻ്റെ മണ്ഡലമല്ല ഇപ്പോൾ, കോൺഗ്രസ്സുകാർ പണ്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ മണ്ഡലമല്ല, അത് LJD മത്സരിച്ച മണ്ഡലമാണ്, തോറ്റതാണെങ്കിൽ പോലും. അവിടെ ഇപ്പോൾ ലീഗിന് അവകാശപ്പെട്ട, ലീഗ് നേരത്തെ വിട്ടുകൊടുത്ത മണ്ഡലമാണ് അത് എന്നൊരു അവകാശമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ LJD പോയതിന് ശേഷം എന്തായാലും കുറേ സീറ്റ് കോൺഗ്രസിനും ലീഗിനും ഒക്കെ പങ്കുവയ്ക്കേണ്ടി അവർക്ക് കിട്ടും. ഈ 30 സീറ്റാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അതിലൊന്ന് പ്രധാനമായും ഉള്ള ഒന്ന് കൽപ്പറ്റയാണ്.
ആ കൽപ്പറ്റയിലേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കണം, അത് വയനാട്ടുകാരൻ തന്നെ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിനുള്ള കച്ചമുറുക്കൽ നടക്കുന്നതിനിടയിൽ മുല്ലപ്പള്ളിയെപ്പോലെ ഒരു നേതാവ് അവിടെ വരുമ്പോൾ എത്രമാത്രം സ്വീകാര്യനായിരിക്കും. പ്രത്യേകിച്ച് ലീഗിനുള്ള നേരത്തെയുള്ള ഒരു വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കിയതിൽ ഉള്ളൊരു നീരസം കിടക്കുന്നുണ്ട്. അവരുടെ കൂടി താല്പര്യം കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിരിക്കും. എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാം, മുല്ലപ്പള്ളി എക്കാലത്തും സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ ശക്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് പിന്നാലെ മുല്ലപ്പള്ളിയുടെ അനുയായികൾ എന്ന് പറഞ്ഞിട്ട് ആളുകളുണ്ടാവില്ല. A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ ശക്തനായ എതിരാളിയായിരുന്നു സുധാകരൻ. മുല്ലപ്പള്ളിയെ പരമാവധി തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ CPM-കാരും എന്നിട്ട് പോലും സ്വന്തം തട്ടകത്ത് സുധാകരൻ, അപ്പുറത്ത് CPM ഉണ്ടായിട്ടും മുല്ലപ്പള്ളി തുടർച്ചയായിട്ട് കണ്ണൂരിൽ ജയിച്ചു. കണ്ണൂരുകാരനല്ലാത്ത മുല്ലപ്പള്ളി പിന്നീട് 2 ഘട്ടങ്ങളിൽ തോൽക്കാനുള്ള കാരണം സുധാകരൻ വളരെ കൂടി ശക്തമായിട്ട് നീക്കം നടത്തി. അങ്ങനെയാണ് മുല്ലപ്പള്ളി തോൽക്കുന്നത് അവിടെ. ഇതേപോലെ മുല്ലപ്പള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ളൊരു ഔന്നത്യം വെച്ചുകൊണ്ട് കൽപ്പറ്റ നേടിയെടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. മുല്ലപ്പള്ളി നേരിടുന്നത് ശശീന്ദ്രനെയാണെങ്കിൽ അതത്ര എളുപ്പമാവില്ല. മുല്ലപ്പള്ളി നേരിടുന്നത് ഇപ്പോൾ LJD കൂടിയുള്ള LDF-നാണെങ്കിലും അത്ര എളുപ്പമാവില്ല. മുല്ലപ്പള്ളിയുടെ വരവിനോട് വിയോജിച്ചുകൊണ്ട് അവിടെയുള്ള ലീഗ് നേതാക്കന്മാർ പറയുമ്പോൾ അവിടെയും നീരസത്തിൻ്റെ സാധ്യതയുള്ളതുകൊണ്ട് അതും എളുപ്പമല്ലാത്ത ഒന്നായി തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്.